നമ്മുടെ നാട്ടിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ജാതിയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയും. 1000 തവണയെങ്കിലും ഞാൻ ജാതി വിവേചനം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയാം. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരു 10-12 വയസ്സ് പ്രായമായപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, കാരണമെന്ന് പറയുന്നത് അന്ന് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ആഹാരം, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആഹാരം വയറ് നിറയ്ക്കുവാനുള്ള വഴി കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റുള്ള വീടുകളിൽ നമ്മൾ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പട്ടിണി കിടന്നു കഴിഞ്ഞാൽ പുറത്തൊരു ജോലിക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കെന്താണ്, ബന്ധുവിൻ്റെ വീട്ടിലാകുമ്പോൾ നമുക്കവിടെ പോകുമ്പോൾ എൻ്റെ ആള് എന്ന് പറഞ്ഞ് നമുക്കവിടെ പോകാം. സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുമ്പോഴെന്താണ് നമുക്കവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ പോകുമ്പോൾ എനിക്കന്ന് 10-12 വയസ്സായ ഒരു കുട്ടിയാണ്. ഈ 12 വയസ്സായ കുട്ടിക്കും അവിടെ പ്രത്യേക പരിഗണന, ഒരു കുട്ടി എന്ന നിലയിലുള്ള പരിഗണന നമുക്കറിയാലോ. സ്വാഭാവികമായിട്ട് ഒരു കുട്ടികളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയോട് നമുക്കൊരു സ്നേഹവും ഇതൊക്കെ കാണും. പക്ഷെ ആ പരിഗണന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ബന്ധുവാണ് എന്നുള്ള അവിടെ നമുക്കറിയാം. ഞാൻ പലപ്പോഴും അവിടെ കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ആ ബന്ധുവിനെ കാണുവാൻ ധാരാളം ആൾക്കാർ വരും. പല ജാതിയിൽപ്പെട്ട ആൾക്കാരും വരും. അതിൽ സമ്പന്നർ വരുമ്പോൾ ആ സമ്പന്നർ അവരുടെ സ്ഥാനത്തിനൊപ്പം അവർക്ക് കസേര എടുക്കുന്നു, അവർ ഫ്രണ്ടിലിരിക്കുന്നു, അവർ അവിടെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യ പാഠം പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ജാതി ഇരിക്കുന്നത് പാവപ്പെട്ടവൻ പണക്കാരൻ എന്നൊരു 2 ജാതിയാണ്. അപ്പം അന്നത്തെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അന്ന് എന്നോടൊപ്പം തന്നെ മറ്റു ചില ബന്ധുക്കളുമൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ അവരും ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ധാരാളം പണിക്കാർ, ദിവസം 10-50 പണിക്കാരെങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ പണിക്കാരോടൊപ്പമാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം രാവിലെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന മരച്ചീനി കഴിക്കുക, അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ ആ കഞ്ഞിയൊക്കെ കഴിക്കുക. കാരണം വെച്ചാൽ അവരോടൊപ്പം നിന്ന് ജോലി ചെയ്ത്. അപ്പം നമ്മൾ അന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവിടെ ഏത് ജാതിയിൽപ്പെട്ട ആളാകുമ്പോഴും സമ്പന്നൻ വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന വലിയ പരിഗണനയാണ്. പാവപ്പെട്ടവന് കൊടുക്കുന്നതെന്ന് പറയുന്നത്, പാവപ്പെട്ടവൻ ഏത് സ്വന്തം ആളായാലും ശരി അന്യ ആളായാലും ശരി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അവരുടെ മറ്റ് ജോലിക്കാർക്കൊപ്പം അവിടെ നിന്ന് ജോലി ചെയ്യുക എന്നുള്ള മറ്റ് ജോലിക്കാർക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കൗതുകപരം, ഞാൻ പണ്ടേ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് ബന്ധുവിനെ നമ്മുടെ മുറ പറഞ്ഞ് വിളിക്കും. പക്ഷെ അത് വേറെ ആളില്ലാത്തപ്പോഴാകുമ്പോൾ ചിരിച്ച് സന്തോഷത്തോടെ വിളി കേൾക്കുമായിരുന്നു. പക്ഷേ ഏതെങ്കിലും പ്രശസ്തരായ ആൾക്കാരാരെങ്കിലും അല്ലെങ്കിൽ വലിയ സമ്പന്നരോ ആരെങ്കിലും ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ ആ സമയത്ത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ മുഖമെല്ലാം ചൊളിയുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അന്ന് ഒരു ദരിദ്രമായി നല്ല വസ്ത്രം ഉടുക്കാനല്ലാതെ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾക്ക് സ്വാഭാവികമാണ്. അതിൽ തെറ്റ് നമുക്ക് കാണാൻ ഇന്നും ഞാൻ അതിനെ തെറ്റായി കാണുന്നില്ല. കാരണം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇന്ന് നമുക്കറിയാം, എന്തെങ്കിലും 2 കഥയോ എഴുതുന്ന അല്ലെങ്കിൽ MD വാസുദേവൻ നായരെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ നോവലിസ്റ്റുകളെയോ അല്ലെങ്കിൽ സാഹിത്യന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന എന്താണ്, വലിയവരോടൊപ്പം നിൽക്കുന്ന ആരും പാവപ്പെട്ടവൻ്റെ മുന്നിൽ വന്നു നിന്നുള്ള ഫോട്ടോ എടുത്ത് അവരിടുന്നില്ല. അപ്പം എല്ലാവരും സമൂഹം ഒന്നടങ്കം, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെയും തെറ്റു പറയില്ല. അവരങ്ങനെയാണ് ചെയ്യുന്നു, നമ്മളിങ്ങനെ ചെയ്യുന്നു എന്ന് പറയില്ല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ബന്ധുവിനെ അന്ന് ധാരാളം പണിക്കാരുണ്ട്. ആ പണിക്കാർ ജന്മി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ജന്മി എന്ന് വിളിക്കുന്ന അവർക്ക് ചിലപ്പോൾ പുറമേ വളരെ ബഹുമാനത്തോടെ വിളിക്കുമ്പോഴും ഉള്ളിൽ അവർക്ക് ചിലപ്പം വിദ്വേഷം ഉണ്ടായിരിക്കാം.
അവരെ അത് കാണിച്ച് തീർത്തുന്നത് എന്നോടാണ്. എന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ചെമ്മി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഏറ്റവും പരിഹാസപൂർവ്വമായിട്ട് ഈ ചെമ്മി വരികയും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അവർക്ക് അവിടെ ഉണ്ടാകുന്ന വിദ്വേഷം അവർ ഈ സൈഡിൽ അവർ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതുപോലെ പലപ്പോഴും ഞാൻ പല ഓഫീസുകളിലും പോയപ്പോഴും പലയിടത്തും ധാരാളം വിവേചനപൂർണ്ണമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ആരോട് പരാതി പറയാൻ പറ്റും, സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ പലരും നമ്മളോട് പഴയ ആൾക്കാർ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നുള്ളതിൽ നമ്മൾ വിദ്വേഷിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിവേചനം കാണിച്ചതായിട്ട് നമുക്കറിയില്ല. കാരണം വിവേചനം കാണിക്കാതിരിക്കാനുള്ള കാരണവും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് വേറെ അന്ന് സമ്പത്തില്ലായിരുന്നുകൊണ്ട് ആരോടും വിവേചനം, കാരണം എല്ലാവരോടും പണിക്കാരോടൊപ്പം നിന്ന് പണി ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരോടൊപ്പം കൂട്ടുകൂടി നടക്കുമ്പോൾ പിന്നെ അവരോട് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ എങ്കിലും പല സന്ദർഭങ്ങളിലും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യൻ്റെ ഒരു മനസ്സങ്ങനെയാണ്. ഇപ്പോൾ ഞാനും നിങ്ങൾ പടങ്ങുന്ന ഒരാളിൻ്റെ ഇതല്ല പറഞ്ഞു, ഞാനും നിങ്ങൾ പടങ്ങുന്ന സമൂഹം അങ്ങനെയാണ്. ഞാനും ചെയ്യുന്നത് എങ്ങനെയാണ്, വലിയ ആൾക്കാരോടൊപ്പം ഫോട്ടോ എടുത്ത് നമ്മളിടുന്നു, നിങ്ങൾ ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്, അത് തെറ്റെന്നോ ശരിയെന്നോ ഒന്നും പറയാം. ഏത് തെറ്റ് ഏത് ശരി എന്ന് പറയുന്നത് അതൊരു വരമ്പുകൾ എങ്ങനെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാനത് സ്കൂളിൽ ഞാൻ ജോലി പ്രവേശിച്ച സമയത്ത് തന്നെ ഒരിക്കൽ കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ വരുമ്പോൾ ബൈക്കിലിറങ്ങി വരികയായിരുന്നു. ബൈക്കിലിറങ്ങി വന്നപ്പോൾ എൻ്റെ ബൈക്ക് പറഞ്ഞു. അപ്പോൾ അടുത്ത് നിന്ന് തൊട്ടടുത്ത വീട്ടിലെ ഒരു വയസ്സായ ആളാണ്, ഒരു ലേഡി, അവർ വിളിച്ചു പറഞ്ഞു, അന്ത ചൂത്തരപ്പയ വീണ് കിടക്കാന്ന്. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് നമ്മുടെ സ്കൂളിലൊക്കെ എന്നെ പിന്നെ ധാരാളം പ്രാവശ്യം എന്നെ കളിയാക്കി അത് വിളിക്കുമായിരുന്നു. കാരണം മനുഷ്യൻ്റെ ഒരു ഇതാണ്, മനുഷ്യൻ്റെ ഒരു ഒരു മനോഭാവം അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പേരൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും കുട്ടികളെ വിളിക്കാൻ പോയപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെമ്മി വന്നിരിക്കുന്നു, ഒരു ഇല വെട്ടിക്കൊണ്ടുപോവാ, നമുക്ക് ചെമ്മിക്ക് ചോറ് കൊടുക്കാം. അതായത് ഏറ്റവും പരിഹാസ്യമായ രീതിയിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ധാരാളം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയോ തെറ്റോ അല്ല, ഓരോർക്ക് അവരവരുടെ ഇത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ എങ്കിലും മനുഷ്യരിൽ ജാതി ചിന്ത എന്ന് പറയുന്നത് വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസമുള്ളവരിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും വിദ്യാഭ്യാസമുള്ളവരിൽ ജാതി ചിന്ത കുറവാണ് എന്ന്. അങ്ങനെയല്ല എന്നാണ് പലപ്പോഴും എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പലപ്പോഴും ഞാൻ ചിലപ്പോൾ ഈ വിഷയത്തിൽ ജാതിയുടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ആളുകളുടെ മനസ്സിലുള്ള ഉള്ളിലിരിപ്പ് പറയുവാൻ വേണ്ടി പ്രശ്നം എന്തെങ്കിലും ഞാൻ ഇതുപോലുള്ള വിഷയങ്ങൾ ഞാൻ എടുത്ത് മനഃപൂർവ്വം ഇടുമായിരുന്നു. അപ്പോൾ ജാതിയുടെ വിഷയങ്ങളൊക്കെ എടുത്തിടുമ്പോൾ ഭയങ്കരമായിട്ടാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ പറയും പോലെ ആ ശോഭന ചിലങ്കയുടെ ഇത് 5 വർഷത്തെ പഴക്കമുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ നാഗവല്ലി എത്ര ശക്തമായി പുറത്ത് വന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു സംഭവം വരുമ്പോൾ അവരുടെ എത്ര തീവ്രമായിട്ടാണ് അവരുടെ മനസ്സിൽ ജാതി ചിന്തകളുണ്ടെന്ന് അതിതീവ്രമായാണ് പുറത്തു വരുന്നത്. അനേക ഘട്ടങ്ങളിൽ അനേക ആൾക്കാരുമായി ഞാൻ ഇടപഴകുമ്പോൾ ഞാൻ ചില സന്ദർഭങ്ങളിൽ ജാതി വിഷയം എടുത്തിടുമായിരുന്നു. കാരണം മനോഭാവം അറിയും. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമുക്ക് ആളുകളുടെ മനോഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ എഴുതുവാൻ, കാരണം കഥാപാത്രങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം അപ്പോഴും ഈ എല്ലായിടത്തും നാം കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജാതി പ്രധാനമായിട്ടും പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന ജാതിയാണ് ഇന്നും നിലവിലുള്ളത്. ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഒരു ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ആൺകുട്ടി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും പണമുണ്ടോ എന്നുള്ള നോക്കുന്ന ഒരു കാലം. പണമുണ്ടെങ്കിൽ, പണവും പദവിയും ഉള്ളവരാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. പണവും പദവിയും ഇല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഉള്ളവൻ ഇല്ലാത്തവൻ, അധികാരമുള്ളവൻ അധികാരമില്ലാത്തവൻ, ഇങ്ങനെയാണ് മനുഷ്യൻ. ജാതി ചിന്തകൾ വളരെ
വളരെ പ്രകടമായിട്ട് അവരുടെ മനസ്സിലുണ്ടെങ്കിലും ഇതര ജാതിക്കാരോട് ഇത് ചിലപ്പോൾ അവർക്ക് വിദ്വേഷങ്ങളുണ്ടെങ്കിലും, പക്ഷെ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഉള്ളത് ഉള്ളവൻ ഇല്ലാത്തവനെ കാണുമ്പോൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ വസ്ത്രങ്ങളെന്ന് നമുക്ക് പറയാം, പഴയ കാലഘട്ടത്തിൽ ഇതുപോലെയൊന്നും വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഓണത്തിനാണ് ഒരു ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഓണത്തിന് എടുക്കാൻ ഞാൻ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചാക്കുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പഴയ തുണി, അവരൊക്കെ ഇടുന്ന പഴയ തുണികളാണ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഞാൻ അവിടെ പോയപ്പോഴേ അവിടെ വന്ന ഏതോ ഒരു പ്രമുഖനായ വ്യക്തി ആ ബന്ധുവിനോട്, എൻ്റെ അടുത്ത ബന്ധുവാണ്, ചോദിച്ചു ഇത് ആരെന്ന് ചോദിച്ചു. പക്ഷെ അത് ഇംഗ്ലീഷിലാണ് മറുപടി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ എങ്കിലും ആ പദം കേട്ടപ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാൻ പദം മനസ്സിൽ കുറിച്ചു വിട്ടു. പക്ഷെ അത് പിന്നീട് എനിക്കത് മനസ്സിലായി. അവർ പറഞ്ഞു ഇത് ജോലിക്കാരനാണ് എന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ചിലപ്പോൾ അവരുടെ നിലയ്ക്കും വിലയ്ക്കും അന്ന് എന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബന്ധു എന്ന് പറയാനുള്ള ഒരു നാണക്കേടുണ്ടാകും. അത് ഈ സമ്പത്ത്, ഞാൻ വേറൊന്നുമല്ല, ഈ പറഞ്ഞ ഒരു കാര്യം സമ്പത്തുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ ഇത് വേറെ അതിനകത്തൊന്നുമില്ല. സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവൻ. ഇപ്പം നമുക്കറിയാമോ, എല്ലായിടത്തും ജാതിയുടെ പ്രശ്നങ്ങൾ, ജാതി അധിക്ഷേപിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ജാതി അധിക്ഷേപം നേരിട്ട് നമ്മൾ ആരോട് പറയാൻ? അത് പറയാൻ വേണ്ടി, എടുത്തു പറയാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ.